ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെറിയ സുഖമില്ലാതിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് റീഡിംഗ് ഒന്നും ഇടാതിരുന്നത്. കൂടുതൽ അങ്ങനെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ എന്തായാലും ചെറിയ റീഡിംഗ് എടുക്കാം നിങ്ങൾക്ക് വേണ്ടി. ജസ്റ്റ് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മാക്സിമം ഒരു റെഗുലർ വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനിയും 1-2 മാസം ചിലപ്പോൾ ഒരു ബ്രേക്ക് അങ്ങനെ എന്താ പറയുക, ഇടയ്ക്ക് പറ്റുമ്പോൾ അങ്ങനെ ചിലപ്പോൾ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി എൻ്റെ നഷ്ടം തന്നെയാണ് നിങ്ങളൊക്കെ. ബട്ട് എനിവേ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കട്ടെ, ഞാൻ എനിക്ക് സാധിക്കുന്ന പോലെ തീർച്ചയായിട്ടും ദൈവം സഹായിച്ച് ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്, ഭഗവാന്റെ തീരുമാനം പോലെ നടക്കട്ടെ എല്ലാം. ഓക്കെ ഓക്കെ എന്തായാലും ഇപ്പം നിങ്ങൾക്കുള്ള ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ചെറിയൊരു ഗൈഡൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. 7 of Wands, 5 of Wands and Ace of Cups. Okay, very nice. 10 of Swords. Wow. ഇവിടെ ഒരു വലിയൊരു എൻഡിങ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എൻഡിങ് എന്താന്ന് വെച്ചാൽ ഇവിടെ എൻഡിങ് ഒരു നല്ല എൻഡിങ് ആണ്. നിങ്ങളുടെ വിഷമങ്ങൾ, ഭാരങ്ങൾ, നിങ്ങൾ പറയില്ലേ ഇനി നമുക്ക് താങ്ങാൻ വയ്യ, ഓക്കെ, ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞൊരവസ്ഥ എത്തില്ലേ, ആ അവസ്ഥ എത്തുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ തകർന്നു പോവുകയല്ല ചെയ്യാം. ഓക്കെ, അവസാനം നമ്മളിത് ഈ ഒരു കയ്യിൽ ഇത്രയും വടികൾ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ പുറകിൽ ഇത്രയും വാള് നമ്മളെ കുത്തിയിട്ടുണ്ട്. സോ അപ്പം എന്താ ഉണ്ടാവുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വീണ് പോകും എന്ന് പറയില്ലേ, വീണ് പോകുന്ന ഒരവസ്ഥ വരും. പക്ഷെ ഇതിന് ശേഷം എന്താണ്, ഈ വീണ് കഴിഞ്ഞാൽ എന്താണ്, ഇതിന് ശേഷം ഉണ്ടാവുന്നത് നമ്മൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഓക്കെ, നമ്മൾ അവസാനം നമ്മൾ പറയില്ല എല്ലാം കഴിഞ്ഞു, ഇനി വീണ് കഴിഞ്ഞു, ഇനി ഇതിനപ്പുറം എന്താ ഉണ്ടാവുക, എഴുന്നേറ്റ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ എനിക്ക് കാണുന്ന ഏസ് ഓഫ് കപ്സ് ഉണ്ട്. സോ നിങ്ങളിവിടെ ഐ തിങ്ക് എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ എൻഡായി പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഭാരമായിട്ടിരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലെ കാര്യങ്ങളായിരിക്കാം, മനസ്സിൽ നിങ്ങൾ വെച്ചിട്ടുള്ള വേദനകളായിരിക്കാം, വിഷമങ്ങളായിരിക്കാം, സ്ട്രെസ് ആയിരിക്കാം, ജോലി സ്ട്രെസ് ആയിരിക്കാം, ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത്ര ജോലി ഉണ്ടാവാം, ശരിക്കും ഭാരങ്ങൾ നിങ്ങളുടെ മേലെ എടുത്തു വെച്ചിട്ടുണ്ടാവാം, ടെൻഷൻസ് എടുത്തു വെച്ചിട്ടുണ്ടാവാം. ജോലി സ്ഥലത്തായാലും ഓഫീസ് കരിയർ നിങ്ങളുടെ അങ്ങനത്തെ കാര്യങ്ങളിലായാലും മേ ബി നിങ്ങൾ ആവശ്യത്തിലധികം നിങ്ങളുടെ മേലെ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വന്നുപെട്ടതായിരിക്കാം. ഓക്കെ, നിങ്ങൾ വേണം വെച്ചെടുത്ത നിങ്ങൾ അതായത് ഞാൻ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചെടുത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മേലെ ഏൽപ്പിച്ചേനോ നമ്മൾ പറയില്ല, ചിലവരെ മേലെ ഇട്ടുകൊണ്ടിരിക്കും അല്ലേ, നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ മറ്റുള്ളവരെ നിങ്ങളുടെ മേലെ ഇട്ടുകൊണ്ടിരിക്കും, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, സോ അങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഈവൻ ഫാമിലിയുടെ ആയാലും ശരി, എന്ത് കാര്യങ്ങളായാലും മേ ബി ഫാമിലിയുടെ എല്ലാ കാര്യവും ചിലപ്പോൾ നിങ്ങളായിരിക്കും നോക്കേണ്ടത്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആയാലും എല്ലാവരുടെയും ഇമോഷൻസ് ശ്രദ്ധിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക, എല്ലാം അതൊക്കെ ഭാരങ്ങളാണ് നമുക്ക് അല്ലേ. പല കാര്യങ്ങളും ഉണ്ട്, കാരണം നമ്മളെ തന്നെ മാറ്റിവെച്ച് മേ ബി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ഐ തിങ്ക്. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു ബാക്ക് സ്റ്റാബിങ് കിട്ടിയതായിട്ടും എനിക്ക് കാണുന്നുണ്ട്, ചില വേദനകൾ കിട്ടിയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നമ്മൾ പറയും എത്ര ചെയ്തു കൊടുത്താലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ, വേദനകളൊക്കെ വന്ന് കാണാം, അതും എല്ലാം. ഓക്കെ, എല്ലാത്തിൻ്റെയും പക്ഷേ എൻഡിങ് ആണ്. 10 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നമ്പർ. അവിടെ നമുക്ക് ആക്ച്വലി ടാരോയിൽ ടാരോ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എൻഡിങ് എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഒരു എൻഡിങ് ഒരിക്കലും നമ്മൾ ഫുള്ളി ഭയങ്കര ഡാർക്ക് അല്ല എടുക്കാം. എവിടെ ഒരു സൂര്യൻ ഉദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ പുതിയൊരു സൂര്യോദയം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ക്ലൗഡ്സ് മാറി വരികയാണ്. ഓക്കെ, ക്ലൗഡ്സ് മാറിയിട്ട് നമുക്ക് സൂര്യൻ അതിൻ്റെ ഇടയിൽ കൂടെ മേലേക്കാണ് വരുന്നത്. ഓക്കെ, യെസ്, അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു, ഒരു എൻഡിങ് പോലെ വന്നു, എല്ലാം ഉണ്ട്. ഓക്കെ, ആ ഒരു ചിലപ്പോൾ ഒരു പീരീഡ് നിങ്ങൾക്ക് വളരെ ഇവിടെ ഹെർമിറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ വളരെയധികം ഉള്ളിലേക്ക് വലിയും. ഓക്കെ, ഉള്ളിലേക്ക് വലിയാൻ മേ ബി ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു സ്റ്റേജിലായിരിക്കാം, ഈ ഒരു എൻഡിങ്ങിൻ്റെ സ്റ്റേജ് ആയിരിക്കാം നിങ്ങൾക്കിപ്പോൾ. കാർമിക് സിറ്റുവേഷൻസ് അവസാനിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് മെയിനായിട്ട്. നിങ്ങൾ പലതും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യും. ഓക്കെ, നിങ്ങൾക്കിനി താങ്ങാൻ പറ്റാത്തത് നിങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കും, നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ ഇത് സഹിക്കില്ല എന്ന് പറയില്ലേ, ആ രീതിക്ക് നിങ്ങൾ ഒരു മാറ്റം നിങ്ങളിൽ വരുത്തുന്നതാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അതിനുവേണ്ടി ലേശം നിങ്ങളൊന്ന് പുറകോട്ട് വലിയും. ഒക്കെ ഐ തിങ്ക് നിങ്ങളൊന്ന് ഒറ്റപ്പെടാൻ ശ്രമിക്കും, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒന്ന് മാറിയിരിക്കാൻ ശ്രമിക്കും. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, കാരണം അത് നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്ക് അത്രയും ഒരു റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് കണക്കാക്കാം. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനുള്ള സമയമായിട്ട് എടുക്കാം. എന്നിട്ട് എന്താണ് ഞാൻ ഇത്ര കാലം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് സഹിച്ചുകൊണ്ടിരുന്നത്, എന്തിനെയാണ് നിങ്ങളെ ഭാരമായിട്ട് നിങ്ങളുടെ മേലെ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, പല കാര്യങ്ങളും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീൽ ആവുന്നുണ്ടാവാം, വേദനിപ്പിക്കും ചില കാര്യങ്ങൾ. യെസ്, ഓക്കെ, ചെറിയ എൻഡിങ്, അത്ര ഒരു സുഖകരമായ ഒരു എൻഡിങ് ഒന്നുമല്ല. ചില വേദനകൾ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഓൾറെഡി
കിട്ടി കാണാം. ഓക്കെ, മേ ബി കുറച്ച് പേർക്ക് അങ്ങനെ ആയിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു നോളജ് കൊണ്ടുവരും എന്ന് മനസ്സിലാക്കിക്കോളും. ഓക്കെ, ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള നോളജ് നിങ്ങൾക്ക് കൊണ്ടുവരും. ആക്ച്വലി 10 കഴിഞ്ഞിട്ട് ഇത് ബാക്കിലേക്കാണ് അത് 9 ആണ്. പക്ഷെ ഒരിക്കലും 9നെ നമ്മൾ നെഗറ്റീവായിട്ട് കണക്കാക്കേണ്ട ആവശ്യം, ബാക്കിലേക്ക് വന്നു എന്ന് കണക്കാക്കേണ്ട. ആ ബാക്കിലേക്ക് വരൽ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, നമ്മൾ ഈ ഭാരങ്ങൾ താഴെ കുറയ്ക്കാൻ ശ്രമിക്കുന്നവരായിട്ട് കണക്കാക്കിക്കോളൂ. ഓക്കെ, നിങ്ങൾ ആ ഭാരങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന രീതിയിൽ കണക്കാക്കൂ. ആൻഡ് ഇവിടെ 7 ആക്ച്വലി 5 എല്ലാം ബാക്കിലേക്ക് പോകുന്ന പോലെയുണ്ട്. ഇവിടെ 10 9, ഇവിടെ 7 5 1. ഓക്കെ, ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 ഉദ്ദേശിക്കുക. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഐ തിങ്ക് ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചു തുടങ്ങും. ഓക്കെ, ഇനി എനിക്ക് ഇങ്ങനെ പറ്റില്ല, ഓക്കെ എന്ന് നിങ്ങൾ ഐ തിങ്ക് സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങും. എന്നോട് ചെയ്തത് തെറ്റാണ്, എന്നോട് ചെയ്യാൻ പാടില്ല ഇങ്ങനെ എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങും. ഓക്കെ, അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മാറ്റം, നിങ്ങൾക്ക് വേണ്ടി, അവനവന് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുത്ത് തുടങ്ങുന്നതാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ 5 of Wands കോൺഫ്ലിക്റ്റിന്റെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല ആർഗ്യുമെന്റ് എന്നൊക്കെ പറയാം. ആരോടെങ്കിലും തർക്കങ്ങൾ, ആർഗ്യുമെന്റ്സ്. ഓക്കെ, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എൻഡിങ് എന്നെടുക്കാം. ഓക്കെ, ആർഗ്യുമെന്റ്സ് എല്ലാം എൻഡ് ആവും. ഓക്കെ, എല്ലാം അവസാനിക്കും എന്ന് പറയാം. ആ രീതിക്ക് ആക്ച്വലി ഇവിടെ അത് കഴിഞ്ഞാൽ പക്ഷെ വരുന്നത് ഫൈനൽ നമുക്ക് ഔട്ട്കം ഇവിടെ കാണുന്നത് ഈ ഒരു എൻഡിങ്. അതാ ഞാൻ പറഞ്ഞു, ഈ ഒരു എൻഡിങ് 10 ആയിരുന്നു അല്ലേ. 10 എന്ന് പറയുമ്പോൾ എൻഡിങ് ഞാൻ പറഞ്ഞു 10 കഴിഞ്ഞാൽ എന്താ വരിക, 1 ആണ് നമ്മൾ സ്റ്റാർട്ടിങ് പറയുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ വരാൻ പോകുന്നു, സന്തോഷങ്ങൾ വരാൻ പോകുന്നു, ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നു. നിങ്ങളൊരു വളരെയധികം സന്തോഷം ഫീൽ ചെയ്യാൻ പോകുന്നു. അതാണ് മെയിനായിട്ട്. ഓക്കെ, മേ ബി ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ച് നിങ്ങളൊരു സന്തോഷം ഫീൽ ചെയ്യുന്നതായിട്ട്, ഫ്രഷ് ഫീൽ ചെയ്യുന്നതായിട്ട് ഈ കാർഡും നോക്കൂ. സൺ, ഒരു പുതിയ തുടക്കം അല്ലേ, ഹാപ്പിനെസ്, സന്തോഷം. മേ ബി പാർട്ട്ണർഷിപ്സ് ആയിരിക്കാം, മേ ബി റിലേഷൻഷിപ്സ് ആയിരിക്കാം, മേ ബി കരിയറിലെ വലുത് കാര്യങ്ങളായിരിക്കാം, ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം. നിങ്ങൾ ഹാപ്പി ആയിട്ടൊരു ഫീലിംഗിലേക്ക് കടക്കുന്നതാണ് കാണുന്നത് ആ ഒരു സമയം. ബട്ട് ഈ ഒരു എൻഡിങ് യെസ് പെയിൻഫുൾ ആയിരിക്കും, ശരിയാണ്. പക്ഷെ അത് ആക്ച്വലി നിങ്ങളെ തന്നെ മാറ്റിയെടുക്കും അത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആവും ഇതിന് ശേഷം. ഇങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത്രത്തോളം നമ്മൾ പറയില്ലേ, എന്താ ഇനി ഈ വീണ് കിടക്കുന്നതിൽ ഇനി താഴേക്ക് എവിടെയും പോകാനില്ല അല്ലേ, പിന്നെ മേലേക്ക് വരാനുള്ളൂ. സോ നിങ്ങളെ ചേഞ്ച് ആക്കും, അത് നിങ്ങളെ കുറെ കൂടി ബോൾഡ് ആക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ പഠിപ്പിക്കും നിങ്ങളെ. അത് മാത്രമല്ല, നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വേണ്ടാത്ത അനാവശ്യമായ ഫൈറ്റ്സിൽ നമ്മൾ മാറി നിൽക്കും. ഞാനില്ല, തർക്കത്തിന് ഞാനില്ല എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ പറയും. ഓക്കെ, കാരണം എനിക്ക് എൻ്റെ സമാധാനമാണ് എനിക്ക് വലുത്, എൻ്റെ സമാധാനവും എൻ്റെ സന്തോഷവും എൻ്റെ പീസുമാണ് എനിക്ക് വലുത്. എനിക്ക് നെഗറ്റീവ് കാര്യങ്ങളിൽ എനിക്കിനി ഇൻവോൾവേ ആവണ്ട എന്ന രീതിക്ക് നിങ്ങൾ മാറി നിൽക്കും. പക്ഷെ അത് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരികയും ചെയ്യും. ഇവിടെ പുതിയ ഓഫർ വരുന്നതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും എന്ന് കാണുന്നുണ്ട്. സോ യെസ്, മേ ബി ഇന്നത്തെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ഈ അടുത്തുള്ള കുറച്ച് ദിവസങ്ങളുടെ ആവാട്ടോ. ഓക്കെ, ഇന്ന് തന്നെ ആവണമെന്നില്ല. സോ മേ ബി ഇതൊരു വിത്തിൻ എ ഫ്യൂ ഡേയ്സ് നിങ്ങൾ ഓൾറെഡി നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അടുത്ത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയാണ്. വാ, ആ ഒരു എൻഡിങ് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പറയുമ്പോൾ. ഓക്കെ, ബേസ്റ്റ് ഓഫ് മാജിക്, ഗ്രാൻഡ് സിംഫണി ആൻഡ് വൺ മോർ സീയിങ് ബിയോണ്ട്. ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. ഓക്കെ, ബ്യൂട്ടിഫുൾ അൺകേജിങ്, ഇതാണ് മെയിനായിട്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് ഫ്രീ ആവാൻ പോകുന്നു. എല്ലാം നമ്മൾ പറയില്ലേ, ഇതിൽ നിന്നിങ്ങനെ ഹാർട്ട് നിങ്ങളുടെ ഓപ്പൺ ആവാൻ പോകുന്നു. നിങ്ങൾ അത്രയും സന്തോഷം ഫീൽ ചെയ്യാൻ പോകുന്നു എന്നാണ്. ബിക്കോസ് നിങ്ങളെ കെട്ടി വരിഞ്ഞ് മുറുക്കിയിരുന്ന കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഹാർട്ട് പെയിൻഫുൾ ആക്കിയിരുന്ന സിറ്റുവേഷൻസ്, ഓക്കെ, അതെല്ലാം നിങ്ങൾ പൊട്ടിച്ചെറിയാൻ പോകുന്ന പോലെയാണ്. ഇതെല്ലാം പൊട്ടിത്തെറിച്ച് ഇവിടെ ഒരു കീ ഉണ്ട്. ഓക്കെ, സോ അതിനുള്ള ഒരു ചാവി നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് മനസ്സിലാക്കിക്കോളൂ. അത് ഓപ്പൺ ആവും, നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആവും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ബേസ്റ്റ് ഓഫ് മാജിക്, യെസ്, ഒരു പെട്ടെന്ന് ഒരു മിറക്കിൾ പോലെ ചില കാര്യങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ മേ ബി അങ്ങനെ മിറക്കിൾ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യും ദാറ്റ് ഓക്കെ ഇതെന്താ വല്ല മിറക്കിൾ സംഭവിച്ചോ. കാരണം നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ ഭാരങ്ങളുണ്ടല്ലോ അതൊന്ന് ഇറക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നല്ലോണം അങ്ങോട്ട് റിലാക്സ് ആവും അല്ലേ. ആ ഒരു മാജിക്കലി ചില മാറ്റങ്ങൾ വരും ഇവിടെ. ഓക്കെ, ആൻഡ് ഗ്രാൻഡ് സിംഫണി എന്ന് പറയുന്നത് ഇത് നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, ശരിക്കും ഒരു ഓർക്കസ്ട്ര അങ്ങനെയൊക്കെ വെച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള എന്തോ സെറമണി എന്നൊക്കെ പറയും. ചിലപ്പോൾ മേ ബി കുറച്ച് പേർക്ക് വല്ല സെറമണി ആയിരിക്കാം. ഓക്കെ, മേ ബി ഒരു ന്യൂ ഓക്കെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ന്യൂ റിലേഷൻഷിപ്പ് വരുന്നു, ന്യൂ ഓഫർ വരുന്നു, ജോലിയുടെ ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പിൻ്റെ ആയിരിക്കാം, ഓക്കെ, സന്തോഷങ്ങളായിരിക്കാം, ഹാപ്പിനെസ് ആയിരിക്കാം. എന്തായാലും അതൊരു വളരെ ഹാപ്പി ടൈംസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന രീതിക്ക് എടുത്തോളൂ. സീയിങ് ബിയോണ്ട്, യെസ്, നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ പഠിക്കും, നിങ്ങൾ മനസ്സിലാക്കും. അതാണ് മെയിനായിട്ട്. ഓക്കെ, ആക്ച്വലി 3 + 6 9 കണ്ടോ, ഹെർമിറ്റ് കാർഡ്.
ഓക്കെ, നിങ്ങൾ ആക്ച്വലി കുറേ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ ഉൾവലിഞ്ഞ് നിങ്ങൾ അവനവനിലേക്ക് നോക്കാൻ തുടങ്ങും. അവനവനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ പലതും മനസ്സിലാക്കും, അല്ലെ? ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ചേഞ്ചസ് നിങ്ങൾ തന്നെ കൊണ്ടുവരും. ആ ചേഞ്ചസ് നിങ്ങൾക്ക് വളരെ നല്ല ബ്ലെസ്സിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരിക്കലും എൻഡിങ്സിനെ നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, എൻഡിങ്സ് വിൽ ഓൾവേസ് ബ്രിങ് ന്യൂ ബിഗിനിങ്സ്. അതുകൂടി ഓർമ്മ വയ്ക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.